അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ തകർക്കുന്നത് യുഎസിന് കനത്ത തിരിച്ചടിയാകുന്നു. ജോർദാനിലെ അടക്കമുള്ള താഡ്, പേട്രിയറ്റ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ആയുധ നിർമ്മാണ കമ്പനികളുടെ മേധാവികളുടെ യോഗം വിളിച്ച ട്രംപ് ആയുധങ്ങളുടെ ഉൽപ്പാദനം 4 ഇരട്ടിയാക്കാൻ ഉത്തരവിട്ടു. ജോർദാനിലെ മുവഫക് എയർബേസിലെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ തകർത്തതായി US ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. $300 മില്യൺ വിലയുള്ള ഒരു പ്രധാന റഡാർ സംവിധാനമാണ് ഇറാൻ നശിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ US മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തകർന്നാൽ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറും. ഏതാനും ദിവസം കൊണ്ട് തീരുമെന്ന് കരുതിയ യുദ്ധം ഒരാഴ്ച പിന്നിട്ടിട്ടും വികസിക്കുമ്പോൾ അമേരിക്കക്ക് വലിയ വെല്ലുവിളി ഇതാണ്. ഇറാന്റെ പക്കലുള്ള ഡ്രോണുകൾ തീരും മുമ്പ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്കലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തീരും എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടെ ഇറാൻ യുദ്ധത്തിന്റെ തന്ത്രം മാറ്റാൻ അമേരിക്കയും ഇസ്രായേലും നിർബന്ധിതരാകുന്ന സാഹചര്യം വരും. ഈ ഘട്ടത്തിലാണ് പ്രമുഖ പ്രതിരോധ നിർമ്മാണ കമ്പനികളുടെ തലവന്മാരുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത്. അത്യാധുനിക ആയുധങ്ങളുടെ നിർമ്മാണം 4 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ ഈ യോഗത്തിൽ തീരുമാനിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു. താഡ്, പേട്രിയറ്റ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണം അത്ര എളുപ്പമല്ല. അതിനാൽ പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാനും കഴിയില്ല. ഈ സംവിധാനങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ സിവിലിയൻ മേഖലകൾക്കുള്ള സംരക്ഷണം പിൻവലിച്ച് US തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് വ്യോമ പ്രതിരോധം ക്രമീകരിക്കാം. ഇത് ഗൾഫ് മേഖലയിലെ അടക്കമുള്ള സാധാരണക്കാരുടെ ആശങ്കയേറ്റുന്ന കാര്യമാണ്. US പൗരന്മാരെ ഈ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക മടക്കി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ 1.